അല്ല, അതിപ്പോ നിങ്ങൾ ഡിവൈഎഫോട് ചോദിക്കാം. അതിന്റെ അകത്ത് എനിക്കിപ്പോ ഒന്നും പറയാം. പക്ഷെ എന്തിനാലും അക്കാര്യത്തില് കേൾക്കുക, അക്കാര്യത്തില് അന്ന് പാർട്ടി എടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിയുടെ നിലപാട്. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫോട് ചോദിച്ചാൽ അവർ ഉത്തരം പറയും. പക്ഷെ പാർട്ടി എടുത്ത നിലപാടിൽ ഒരു വ്യത്യാസമില്ല. അന്ന് തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് ആ സംഭവം തള്ളി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അത് എന്തോ ആവട്ടെ, അത് വേറൊരു സംഭവമാണ്. എന്നാൽ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല, മറ്റൊരു സംഭവമാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആയിക്കോട്ടെ, അതിന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടുണ്ട് രണ്ട് സംഭവത്തിൽ. അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാർട്ടിക്കെതിരായിട്ട് തുടർച്ചയായിട്ട് ഈ മേഖലയിൽ തുടർച്ചയായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ആ കടന്നാക്രമണം നടന്നപ്പോൾ എത്രയോ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് ചിലരൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ടാവും. പ്രതിരോധവും ചില പ്രശ്നങ്ങളുടെ മേലെ ഉണ്ടാകുന്ന പ്രതിരോധവും എന്നാൽ അതേസമയത്ത് എവിടെയെങ്കിലും തെറ്റായ രീതിയിൽ ആക്രമണം നടത്തുന്നതും രണ്ടും രണ്ടാണ്. അത്ര എടുത്താം. അതിന്റെ അപ്പുറത്ത് പറയുന്നത് ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, CPM ആരെയും രക്തസാക്ഷിയാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞ വളരെ ക്ലിയർ ആണ്. CPIM ആരെയും രക്തസാക്ഷിയാക്കിയിട്ടില്ല. അതിൽ DYF എന്തെങ്കിലും നിലപാടെടുത്തിട്ടുണ്ട്, നിങ്ങൾ അവരോട് സംസാരിക്കുക. ഓക്കെ, അതല്ലേ ഞാൻ പറഞ്ഞ. CPIMന്റെ അഭിപ്രായത്തിൽ വ്യത്യാസം ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. CPIM നേരത്തെ എടുത്ത നിലപാടിൽ ഒരു വ്യത്യാസമില്ല. CPIM ആരെയും രക്തസാക്ഷിയാക്കിയിട്ടില്ല. മതിയല്ലോ. അല്ല, അത് എന്നോട് നിങ്ങൾ ചോദിക്കില്ലെന്ന് പറഞ്ഞില്ലേ. CPIM അങ്ങനെ ഒരു രക്തസാക്ഷി പ്രമേയം തയ്യാറാക്കിയിട്ടില്ല. DYF എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ DYFയുടെ നേതൃത്വത്തോട് നിങ്ങൾ സംസാരിക്കുക. എന്റെ മേലെ ഞാൻ അഭിപ്രായം അറിയിക്കുക. പോരെ?